ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വർക്കല സബ് ഡിവിഷൻ്റെ നേതൃത്വത്തിൽ വർക്കല ടൗൺ ഹാളിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ സെമിനാറും ബോധവൽക്കരണ ക്ലാസും നമ്മുടെ നാവായിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മുടെ SPC കുട്ടികൾ പങ്കെടുത്തിരുന്നു. അവിടെ പാർട്ടിസിപ്പേഷൻ വളരെ മനോഹരമായിരുന്നു. സ്കിറ്റും ഫ്ലാഷ് മോബും ലഹരിക്കെതിരെ വളരെ മികച്ച സന്ദേശം നൽകിയ സ്കിറ്റും ഫ്ലാഷ് മോബുമായിരുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അധ്യാപകർക്ക് എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഉപയോഗപ്രദമായി ആ ലക്ഷ്യത്തിലേക്ക് ലഹരി വിരുദ്ധ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ സന്ദേശം കൊടുക്കാൻ നമ്മുടെ ഫ്ലാഷ് മോബിനും സ്കിറ്റിനും സാധിച്ചു. കാണികളുടെ ഒരു പ്രകടനം, കാണികളുടെ ഇതിനോടുള്ള ഒരു പ്രതികരണവും നമ്മുടെ പരിപാടി വർക്കല ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാവായിക്കുളത്തിലെ സീനിയർ SPC കേഡറ്റ്സുകൾ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സ്കിറ്റും ഫ്ലാഷ് മോബുമാണ് അവർ ചെയ്തത്. രണ്ട് പ്രോഗ്രാമിനും മികച്ച ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏത് സ്കൂളാണെന്നൊക്കെ അവിടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റധ്യാപകരും ചോദിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. നല്ല രീതിയിലുള്ള പ്രകടനമാണ് നമ്മുടെ രണ്ട് ടീമും കാഴ്ചവെച്ചത്. അവർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറഞ്ഞ ഭൗതിക സാഹചര്യങ്ങളോട് പടവെട്ടി മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ രണ്ടെണ്ണം സ്കിറ്റും നാഷണവും അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായി. രണ്ട് ടീമിനും അഭിനന്ദനങ്ങൾ. തുടർന്നും ഒരു സ്കിറ്റ് അവതരിപ്പിച്ചായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസിൽ നിന്ന്. നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഫ്ലാഷ് മോബും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ മെസ്സേജ് നൽകുന്ന സ്കിറ്റും വൻ വിജയമായിരുന്നു. നമ്മുടെ ഈ കാണുന്ന കുട്ടികൾ നിറഞ്ഞ കയ്യടിയാണ് ഈ രണ്ട് പ്രോഗ്രാമിനും, സ്കിറ്റിനും അതുപോലെ തന്നെ ഫ്ലാഷ് മോബിനും. വലിയൊരു സദസ്സിനെ കയ്യിലെടുത്ത് കയ്യടി നേടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിൽ ഓരോ സീനും അവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പേര് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രേക്ഷകരടക്കം മറ്റ് സ്കൂളുകളിൽ നിന്ന ടീച്ചേഴ്സ് അടക്കം നമുക്ക് കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞു. ശരിക്ക് ഇത് ഒന്നുകൂടി മെച്ചപ്പെടുത്തി SPCയുടെ പല ക്യാമ്പയിനിൽ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. ഭാഗമായിട്ടുള്ള ഈ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? റെസ്പോൺസ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിന് നമ്മളെ സഹായിച്ച സുജിത് സാർ, അശോക് സാർ, ഇഷാദ് സാർ